നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥി കേരളത്തിലെ യുവമുഖങ്ങളിലേറെ സുപരിചിതനാണ്. മാത്രമല്ല നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സംഷാദ് മരക്കാരാണ്. സംഷാദ്, എല്ലാവരും കൂടുതൽ താഴോട്ട് ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താ ഉദ്ദേശം? എന്താ? പാർട്ടി നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞ ഒരു പ്രദേശം പൂതാടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുമ്പോൾ സ്വാഭാവികമായി താങ്കൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷേ ആ ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ പറയുന്നത് ആ സ്ഥലത്ത് പോയി മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ പൂതാടി ബ്ലോക്ക് ഡിവിഷൻ്റെ ജനപ്രതിനിധിയായി മത്സരിക്കാനുള്ള ഒരു അവസരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, അടുത്തൊരു MLA ഒക്കെ ആവേണ്ട ആളാണ് സംഷാദ്. അപ്പോൾ അങ്ങനെ ഒരു സംഷാദിനെ ഇനി ആരെങ്കിലുമൊക്കെ ഒതുക്കിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ള ഉത്തരം എന്താണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഈ നമ്മളെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആക്കിയതും പ്രസിഡൻ്റ് ആക്കിയതും ഒക്കെ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി ഈ പ്രാവശ്യം ബ്ലോക്കിലേക്ക് നിൽക്കാൻ പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ട് ബ്ലോക്കിലേക്ക് നിന്നു. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ്. പാർട്ടിയാണ് പൂർണ്ണമായും മുന്നണി ഈ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവരൊന്നും ഇതുവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത ആളുകളാണ് എന്നോടൊപ്പം രാവിലെ മുതൽ വെയിൽ കൊള്ളാനും വേർപ്പൊഴുക്കാനൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവരേക്കാൾ വലിയ ആളുകളൊന്നുമില്ല. അപ്പോൾ ഇവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെയാണല്ലേ? തീർച്ചയായും അവരാണല്ലോ നമ്മളോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം തിരിച്ച് പറ്റാവുന്ന അത്രയും ആത്മാർത്ഥമായി തന്നെ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത്. വയനാട് കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര നല്ല വിഭാഗീയത, ഗ്രൂപ്പിസം, അതിനപ്പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്ത വിമതരായിട്ട് പലരും നിൽക്കുന്നു. അവരോടൊക്കെ നമുക്കൊരു പറയാനുള്ളൊരു സന്ദേശമുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് അത് തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ വല്ലാതെ ക്ഷീണം ചെയ്യുന്നുണ്ടോ? ചെറിയ ചെറിയ പ്രയാസങ്ങൾ പാർട്ടിക്കകത്ത് വയനാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞൊരു 3 മാസത്തിന് മുമ്പ് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും പുതിയ നേതൃത്വം വരികയും കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ആ പാർട്ടിയിൽ നിന്ന് 1-2 ആളുകൾ പോകുന്നത് വലിയ വാർത്തയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്താണ് പൂതാടി. BJPയുടെ ജില്ലാ പ്രസിഡൻറ്റ് ഞങ്ങളോടൊപ്പം വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് വാർത്തകളാവുന്നില്ല. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നത് വാർത്തകളാണ്. പക്ഷേ വിമതരായി മത്സരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ വിമതരായി മത്സരിക്കാൻ അവർക്കൊരു പേരുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ട്. അത് കൊടുത്തത് ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ അവരെ വഞ്ചിച്ച് വിമതനായി പോയി മത്സരിക്കുക എന്ന് പറയുന്നത് പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ആ പ്രവർത്തകരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതൊരു കാലത്തും നീതീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് തെറ്റ് തിരുത്തി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരിക, അതൊന്നും പിന്നെ പ്രവർത്തകർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. എന്നെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളൊരു പദവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് എൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഞാൻ ആ പൊസിഷൻ വെച്ച് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ വിമതരായി മത്സരിക്കാൻ പോയി ഞാൻ എൻ്റെ ആളുകളോട് ചെയ്യുന്ന നീതികേടാണ്. അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത ആളുകളൊക്കെ ഇന്നലത്തോടു കൂടി നമ്മൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരൊന്നും ഇനി ഈ പാർട്ടിയുടെ ഭാരവാഹികളല്ല എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് നിന്ന് ചുരം കയറി വന്നൊരു നേതാവ് പലരെയും ഒതുക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അതൊക്കെ ചില മാധ്യമ സൃഷ്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ ആരും ഒതുക്കപ്പെടുന്നൊരു ജില്ലയൊന്നല്ല വയനാട്. വയനാട്ടിൽ നന്നായിട്ട് ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെ മത്സരിക്കുന്നത് KSU ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ചെറുപ്പക്കാരനാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ഇവിടെയുള്ള ഒരു 3 സീറ്റിൽ ഞാനും അതുൽ തോമസും അമൽ ജോയ് എന്ന് പറയുന്ന 3 പുതിയ ആളുകൾ തന്നെ മത്സരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ആരും ഒതുക്കിയാൽ അങ്ങനെ നമ്മൾ ഒതുങ്ങി പോകുന്ന ആളുകളോ അല്ലല്ലോ, ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരുപാട് ജനകീയമായ ഇടപെടൽ നടത്തി അങ്ങനെ ശ്രദ്ധ നേടിയൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിലുപരി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സമയത്ത് ആ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരാളാണ്. അത്തരം ഒരു സാഹചര്യം ആ ജനങ്ങൾ എന്ത് പറഞ്ഞു? തീർച്ചയായും എനിക്ക് ആളുകൾ അവിടെ നിന്ന് നമ്മളോട് സ്നേഹം അന്വേഷിക്കുമ്പോഴും അവർ അവിടെ മത്സരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ അവരോട് എത്രമാത്രം അവർ കയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് ജനറൽ വന്നപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെന്ന് ഞങ്ങളെ മേപ്പാടി വന്ന് മത്സരിക്കുന്നതാണ്. പക്ഷേ അതൊരു സ്നേഹമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ അവരോടൊപ്പം നിന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടാണ് നിന്നത്. അതൊരു പൊളിറ്റിക്കൽ ആളുടെ അപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടൊപ്പം അപ്പുറം മനുഷ്യനായി ഞാൻ അവരോടൊപ്പം നിന്നതാണ്. അത് ഇനിയും അവരുടെ നീതി നേടിക്കൊടുക്കുന്നത് വരെ അവരോടൊപ്പം തുടരും. അതിന് പദവി ഉണ്ടെങ്കിലും പദവി ഇല്ലെങ്കിലും മുണ്ടക്കൈ ചൂരൽമലക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ആ ജനത്തിനോടൊപ്പം നിൽക്കുമെന്നുള്ളത് തന്നെയാണ്. അവരിപ്പോഴും നമ്മളെ സുഖവിവരം അന്വേഷിക്കുകയും ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ച് അറിയുകയും അവർക്ക് പരിചയമുള്ള ആളുകളോട് നമ്മളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയെന്നത് നമുക്കറിയുന്നത്. അവസാനമായിട്ട് പനവരത്തെ ജനങ്ങളോടാണ്, ആര് പറയുന്നു എന്നുള്ളതല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാൾ നിങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് പ്രവർത്തകർ? ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കാം. ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അങ്ങനെയുള്ളൊരു പൊസിഷനിൽ നിന്ന് വരുന്ന ഒരു ആൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് കൂടുതൽ സുചരിതനാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ ആളും കൂടിയാണ്.
നമ്മുടെ പൂതാടി പഞ്ചായത്തിൽ പെട്ട ആൾ കൂടി തന്നെ. ഞങ്ങളുടെ പുത്രനാണ് അല്ലേ? അതെ, അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നു. അത് സന്തോഷമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അതെ, സംശയത വലിയ അവാർഡാണത് ജനങ്ങളായിരുന്നല്ലേ? അതെ, ഇവരാണ് നമ്മുടെ ശക്തി. ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നോടൊപ്പം നിൽക്കുന്നത്. ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ ബാധ്യതയല്ലേ. വാർഡ് മെമ്പറാണല്ലേ? എങ്ങനെയുണ്ട് ഇത്? നല്ല പോസിറ്റീവ്. നമ്മുടെ പ്രവർത്തകരെ കണ്ടില്ലേ, അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ര പോസിറ്റീവാണ് ഉള്ളത്. അപ്പം നമുക്ക് പാർട്ടിയോട് ചേർന്ന് നിൽക്കണം, ഈ വാർഡ് പിടിച്ചെടുക്കും എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ എല്ലാ ആശംസകളും രണ്ടുപേർക്കും. ഭാവിയിൽ ഒരു MLA ഒക്കെ ആയിട്ട് കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. സംഷാദ് നമുക്കൊക്കെ അറിയാം, ഏറെ ജനകീയമായ ഇടപെടൽ നടത്തിയ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇതിലും വലിയ പദവികൾ അർഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് പാർട്ടി എവിടെ പറഞ്ഞാലും താൻ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അത്തരം നേതാക്കളും ഉണ്ടാവട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, വയനാട്.